റീസ് റെപ്രസെൻറ്റേഷൻ തിയറം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീസ് റെപ്രസെൻറ്റേഷൻ തിയറം. രണ്ട് തിയറമുണ്ട്. ഒന്ന് L1 സ്പേസ്, അതിൻ്റെ അതർ ഈസ് ജനറൽ സ്പേസ് LP സ്പേസ്. നമ്മളിപ്പോൾ പറയുന്നത് L1 സ്പേസിലെയാണ് പറയുന്നത്. ഇഫ് XX mu is a sigma finite measure space and G is a bounded linear function on L1, then there exists G in L infinity. G in L infinity such that GF equal to integral FG d mu for every F in L1. Moreover, norm capital G equal to norm small g, G in L infinity, so infinity. If G is a positive linear function. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പ്രൂഫിൽ നോം ഈക്വൽ എന്ന് പറയുന്ന കേസിൽ ക്യാപിറ്റൽ G എന്ന് പറയുന്നത് പോസിറ്റീവ് ലീനിയർ ഫങ്ഷനിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യുന്നത് ഈ എക്സ് മ്യൂ എക്സിൻ്റെ സബ്സെറ്റുകളുടെ കളക്ഷനാണ് ഈ സ്ക്രിപ്റ്റ് എക്സ് നമ്മൾ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ബോൾഡ് എക്സ്. അപ്പോൾ എക്സ് മ്യൂ എന്ന് പറയുന്നത് ഒരു സിഗ്മ ഫൈനൈറ്റ് മെഷർ സ്പേസാണ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ G എന്ന് പറയുന്നത് ബൗണ്ടഡ് ലീനിയർ ഫങ്ഷൻ ഓൺ L1 സ്പേസ്. ദെൻ ദെയർ എക്സിറ്റ്സ് G ഇൻ L ഇൻഫിനിറ്റി. അപ്പോൾ L1 ഈ 1/p + 1/q ഈക്വൾ ടു 1, 1/p + 1/q ഈക്വൾ ടു 1 ഇല്ലേ നമ്മുടെ ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റിയിൽ pക്ക് 1 വരുമ്പോൾ ക്യൂവിന് വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. അതാണ് L ഇൻഫിനിറ്റിയിൽ G ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, ഇത്തിരി ലെങ്തി തിയറമാണ്, അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഇതാണ് റീസിൻ്റെ തിയറം ഇൻ L1 സ്പേസ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് G എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കുക. അസ്യൂം ദാറ്റ് G ഈസ് എ പോസിറ്റീവ് ലീനിയർ ഓപ്പറേറ്റർ ആൻഡ് mu x ഈസ് ഫൈനൈറ്റ്, mu of x ഈസ് ഫൈനൈറ്റ്. അപ്പോൾ ഫൈനൈറ്റ് മെഷറിൻ്റെ കേസ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നു. ഫൈനൈറ്റ് മെഷർ കേസ് ഫസ്റ്റ് പറയുന്നത് ഫൈനൈറ്റ് മെഷർ കേസ് പറയുന്നു. ആൻഡ് ആൾസോ അസ്യൂം G ഈസ് പോസിറ്റീവ് ആൻഡ് ഡിഫൈൻ ലാംഡ ഓൺ അവർ സ്ക്രിപ്റ്റ് എക്സ്, bold x. What is this x? This x is the collection of subset of our x, capital X. Okay, then we define lambda on x by lambda of E is any element in x is equal to capital G chi E. നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനാണ് കൈ ഇ. അപ്പോൾ ഇവിടെ നമുക്ക് പറ്റുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ അസ്യൂം ചെയ്യുക, ലാംഡ ഡിഫൈൻ ചെയ്യുകയാണ് എക്സിൽ. ലാംഡ ഇതാണെന്ന് നമ്മൾ അസ്യൂം ഡിഫൈൻ ചെയ്യുകയാണ്, ഡിറൈവ് ചെയ്തല്ല, അത് അങ്ങനെയാണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലാംഡ നൾസെറ്റ് ലാംഡ ഫൈ എന്താ വരുന്നത്? G ഓഫ് സൈ ഫൈ വരും. നമുക്കറിയാം ഈ കൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ 1 or 0, 1 or 0 ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൾസെറ്റിലെ എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ അതിലെ എലമെൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കൈ എന്ന് പറയുന്നത് 1 ഇഫ് ഈ എക്സ് എലമെൻറ്റ് സ്മോൾ എക്സ് എലമെൻറ്റ് ഇ ആൻഡ് 0 എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഇ. ഇവിടെ നൾസെറ്റാണ്. നൾസെറ്റ് ആണെങ്കിൽ ദിസ് വാല്യൂ എന്ന് പറയുന്നത് നൾസെറ്റായിട്ട് മാറും. കൈ ഓഫ് ഫൈ എന്ന് പറയുന്ന നൾസെറ്റാണ്. ആ G ഓഫ് നൾസെറ്റ് എന്ന് പറയുന്നത് G ഓഫ് നൾസെറ്റ് ഈസ് ഈക്വൽ ടു ഈ നമുക്കിവിടെ ഇത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 or 0. അപ്പോൾ ഇവിടെ ഈ 1 വരുന്ന എപ്പോഴാണ്? എക്സ് ഈസ് എൻ എലമെൻറ്റ് ഇൻ ഫൈ. ഫൈയിൽ ഇപ്പോൾ എലമെൻ്റ് ഇല്ല,
അപ്പോൾ പിന്നെ എന്തോ ഇവിടെ കൈയുടെ വാല്യൂ എപ്പോഴും സീറോയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എവറി ടൈം ഈ സീറോ. അപ്പോൾ ജി സീറോ ഫൈവ് അല്ല, ജി സീറോ ആണ്. സീറോ എന്ന് വെച്ചാൽ സീറോ ഓപ്പറേറ്ററാണ്. ഈ സീറോ ഓപ്പറേറ്റർ സീറോയിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നത്. ലീനിയർ ഓപ്പറേറ്റർ ആയതുകൊണ്ട് ജി എന്ന് പറയുന്നത് ലീനിയർ ഓപ്പറേറ്റർ ആയതുകൊണ്ട് ജി സീറോ എന്ന് വെച്ചാൽ സീറോ എന്ന് എഴുതാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലാംഡ ഫൈയുടെ വാല്യൂ സീറോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഓക്കെ, നമ്മുടെ ലാംഡ ഇവിടെ ആദ്യം ചെയ്യാൻ പോകുന്ന ഈ ലാംഡയെ മെഷറാണെന്ന് പറയാൻ പോവുകയാണ്. നമ്മൾ മെഷറാണെന്ന് പറയാൻ ലാംഡ ഫൈവ് സീറോ എന്ന് കിട്ടി. ലാംഡ ഇനി നോൺ നെഗറ്റീവ് ആണെന്ന് പറയണം. പിന്നെ അഡിറ്റീവ് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യണം. ഇത് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അവിടെ ഇ എൻ എന്നൊരു സീക്വൻസ് എടുക്കുക. ഇഫ് ഇ എൻ ഈസ് എ ഇൻക്രീസിങ് സീക്വൻസ് അസ്യൂം ചെയ്യുക. ഇഫ് ഇൻ എക്സ് അവർ കളക്ഷൻ എക്സിലെ ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണ് ഇ എൻ എന്ന് അസ്യൂം ചെയ്തു. ആൻഡ് ആൾസോ അസ്യൂം ദാറ്റ് ഇ ഈക്വൾ ടു യൂണിയൻ ഇ എൻ, അതും കൂടി അസ്യൂം ചെയ്തു. അപ്പം അങ്ങനെ അസ്യൂം ചെയ്ത് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ആ സീക്വൻസ് സൈ ഇ എൻ എന്ന് പറയുന്ന സീക്വൻസ് ഈസ് കൺവെർജസ് ടു പോയിൻ്റ് വൈസ് ടു കൈ ഇ എന്ന് പറയാം. കൈ ഇ എൻ എന്ന ഫംഗ്ഷൻ ഈസ് കൺവെർജസ് ടു കൈ ഇ എന്ന് പറയാം. കാരണം ഇതിലെ വാല്യൂസ് നമുക്കറിയാം 0 or 1 ആണ്. അപ്പോൾ ആ സീക്വൻസ് ഈ കൈയുടെ വാല്യൂ എന്ത് തന്നെയാണ്, 0 or 1 ആണ് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഈ സീക്വൻസ് പോയിൻ്റ് വൈസ് കൺവെർജസ് ടു കൈ ഇ എന്ന് കിട്ടും. പിന്നെ മ്യൂ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. ഓക്കെ, സിൻസ് മ്യൂ എക്സ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി, ഇറ്റ് ഫോളോസ് ഫ്രം കൊറോളറി 7.3 that the sequence convergence in L1. ഇത് L1-ൽ കൺവെർജൻസ് ആണ്. അത് കൊറോളറി 7.3 അവിടെ പറയുന്നുണ്ട്. അപ്പോൾ 7.3 ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് 7.3 എന്ന് റെഫർ ചെയ്യാം. അപ്പോൾ 7.3 പ്രകാരം സൈ ഓഫ് ഇ എൻ കൺവെർജസ് ടു സൈ ഓഫ് ഇ പോയിൻ്റ് വൈസ് ആൻഡ് കൺവെർജൻസ് ഇൻ L1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അവിടെ നിൽക്കട്ടെ. ദെൻ അടുത്ത ഈ നമുക്കറിയാം ഇ എൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ഇ ആണ്. വേർ ഇ ഈസ് ദ യൂണിയൻ ഓഫ് ഇ എൻ ആണ്. അപ്പോൾ ഓരോ ഇ എന്നും സബ്സെറ്റ് ഓഫ് ഇ ആണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ലാംഡ ഓഫ് ഇ എൻ? ലാംഡ ഓഫ് ഇ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഓഫ് ഇ. ദെർഫോർ ലാംഡ ഓഫ് ഇ മൈനസ് ലാംഡ ഓഫ് ഇ എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ വെച്ച് നമുക്ക് നോൺ നെഗറ്റീവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നൊരു ഇനിക്വാളിറ്റി എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഇ മൈനസ് ലാംഡ ഇ എൻ. ദെൻ വാട്ട് ഈസ് ലാംഡ ഇ? ജി ഓഫ് കൈ ഇ മൈനസ് ജി ഓഫ് കൈ ഇ എൻ. ദെൻ ജി ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ, സോ ജി ഓഫ് ദാറ്റ് കൈ ഓഫ് ഇ മൈനസ് കൈ ഓഫ് ഇ എൻ എന്ന് എഴുതാം. ജി ലീനിയർ ഓപ്പറേറ്ററാണ്. ജി ഓഫ് എ എക്സ് പ്ലസ് ബി വൈ, എ ഇൻറ്റു ജി ഓഫ് ആ രീതിയിൽ ജി ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് വൈ എന്ന് എഴുതാം. ലീനിയർ ഓപ്പറേറ്ററാണ്. അത് പ്രകാരം ഇതേപോലെ എഴുതി. ഇനി നമ്മുടെ കയ്യിൽ ഇനിക്വാളിറ്റീസ് ഉണ്ട്. ഇതിനെ നമുക്ക് നോം വെച്ച് എഴുതാം. അങ്ങനെ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ജി, ദ നോം കൈ ഓഫ് ഇ മൈനസ് കൈ ഓഫ് ഇ എൻ എന്ന് എഴുതി. അവർ first assumption is that the sequence chi of en converges to chi of e. Then as n tends to infinity, this becomes 0. As n tends to infinity, this becomes 0, or this is very very small. Therefore 0 less than or equal to lambda e minus lambda of en less than or equal to 0. Therefore lambda of e equal to lambda of en. Lambda of e equal to lambda of en. Lambda of en. Lambda of e equal to lambda of en എന്ന് എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ, then we say that this is possible only when as n tends to infinity. That is lambda of e എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? This is possible only when as n tends to infinity.
ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോഴാണ് ഈ നോം ജി കഴിഞ്ഞുള്ള നോം സൈ മൈനസ് കൈ എൻ എന്താകുന്നത് ടെൻസ് ടു 0 ആകുന്നത്. ദാറ്റ് വാല്യൂ ഈസ് ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ദെർഫോർ ലാംഡ എഫ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ലാംഡ ഓഫ് ഇ എൻ. ഫ്രം വിച്ച് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് നമുക്ക് ആ ലാംഡയെ മെഷർ എന്നാൽ പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ തൊട്ട് മുമ്പ് തിയറം കണ്ടു, ഈ ഇനിക്വാളിറ്റി ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യുകയാണ്. ഇ എന്നും ഇ എന്ന് പറയുന്നത് യൂണിയൻ ഇ എൻ ആണ്. അതിൽ ഈ ഒരു ഇനിക്വാളിറ്റി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഈക്വാളിറ്റി ഈ രീതിയിലൊരു ലിമിറ്റിംഗ് കേസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ പറയാം, ആദ്യം ലാംഡ ഈസ് നോൺ നെഗറ്റീവ് പറഞ്ഞു, ലാംഡ നൾ സെറ്റ് ഈക്വൽ ടു 0 പറഞ്ഞു. ഇതും കൂടി ആകുമ്പം ലാംഡ ഈസ് എ മെഷർ. ഓക്കെ, നമുക്കിനി ലാംഡ ഈസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്റ്റ് മ്യൂ പറയാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എക്സിലെ ഒരു കളക്ഷൻ എക്സിലൊരു എം എടുക്കുന്നു, മീ ഓഫ് എം ഈക്വൽ ടു 0 എന്ന് പറയുന്നു. ഇനി പ്രൂവ് ചെയ്യേണ്ടത് ലാംഡ എം ഈക്വൽ ടു 0 ആണെന്നാണ് പറയേണ്ടത്. നമുക്കറിയാം മ്യൂ എന്ന് പറയുന്നത് മെഷറാണ്. മ്യൂ എം 0 ആണെങ്കിൽ 0 ആകുന്നത് എപ്പോഴാണ്? മ്യൂ ഓഫ് നൾ സെറ്റാണ് 0 ആകുന്നത്. ദിസ് ഈസ് ഇംപ്ലൈസ് മ്യൂ എം ഈക്വൽ ടു 0 ഇംപ്ലൈസ് എം ഈക്വൽ ടു നൾ സെറ്റ്. ദാറ്റ് ഈസ് ദെൻ എം ഈസ് നൾ സെറ്റ്, ലാംഡ ഓഫ് നൾ സെറ്റ് ഈസ് 0. നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്, ലാംഡ ഓഫ് നൾ സെറ്റ് ഈസ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെയർഫോർ ലാംഡ ഈസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ്. എന്ന് പ്രൂവ് ചെയ്യുന്നതിന് നമ്മളെന്താ ചെയ്യുന്നത്? ആ എക്സിലൊരു എലമെൻ്റ് എടുക്കുന്നു, അതിൻ്റെ മ്യൂ വാല്യൂ 0 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് പ്രൂവ് ചെയ്യണം ലാംഡ ഓഫ് എം ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ലാംഡ ഈസ് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്റ്റ് ടു മ്യൂ. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ് ആയി, ജി പോസിറ്റീവാണ്, ലാംഡ ഒരു മെഷറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എങ്ങനെ എഴുതാം? ദെൻ ബൈ യൂസിങ് റാൻഡം നിക്കോദിയം തിയറം, ലാംഡ ദെയർ എക്സിസ്റ്റ് ദ ഫങ്ഷൻ കൈ ഇ ജി, നമുക്ക് എടുക്കുക ഫങ്ഷന് സച്ച് ദാറ്റ് ലാംഡ ഓഫ് ഇ ഈക്വൽ ടു ഇൻ്റഗ്രൽ കൈ ഇ ജി ഡി മ്യൂ. ദാറ്റ് ഈസ് lambda is absolutely continuous with respect to mu, then left side is lambda, then right side with respect to mu. That is the random Nicodean theorem. And what is lambda of e? G of chi e. That is G of chi equal to integral chi e g d mu എന്ന് പറയാം. അപ്പോൾ ഇവിടെ വേരിയബിളായിട്ട് വരുന്നത് chi e, g chi equal to integral chi g d mu. Therefore, chi is a simple function or characteristic function. Now we replace that characteristic function by the pi function. G of pi is equal to integral pi g d mu. അപ്പോൾ അവിടെ ലീനിയാരിറ്റി പ്രകാരം ലാംഡ എന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് ലീനിയർ ആയതുകൊണ്ട് നമുക്ക് കൈ എന്ന ഫംഗ്ഷനെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു ഫംഗ്ഷൻ പൈയെ നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ലാസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടുന്നത് ജി ഓഫ് എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ജി ഡി മ്യൂ എന്നാണ് തെളിയിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളിവിടെ എഫിനെ കൊണ്ടുവരാൻ പോയി. ഇഫ് എഫ് ഈസ് എ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ഇൻ L1 എന്ന് അസ്യൂം ചെയ്തു. എഫ് ഈസ് എ നോൺ നെഗറ്റീവ് ഇഫ് എഫ് ഈസ് എ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ഇൻ L1, ലെറ്റ് ഫൈ എൻ be a monotone increasing sequence of simple functions converging almost everywhere
ആൻഡ് ഇൻ L1 to F. നമ്മൾ അസ്യൂം ചെയ്യുന്നു പൈ എൻ എന്ന് പറയുന്ന സീക്വൻസ് കൺവർജസ് ടു എഫ്. എഫ് ഈസ് നോൺ നെഗറ്റീവ് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അസംഷനാണ്, ആൻസറിന് വേണ്ടിയുള്ള അസംഷനാണ്. ഫൈ എൻ എന്ന് പറയുന്നത് സിമ്പിൾ ഫംഗ്ഷനാണ്, മോണോട്ടോൺ ഇൻക്രീസിങ് ആണ്, ദാറ്റ് കൺവർജിങ് ഓൾമോസ്റ്റ് എവരിവെയർ ടു എഫ് ഇൻ L1 എന്ന് എടുത്ത് അസ്യൂം ചെയ്യുന്നു. പിന്നെ ജി എന്ന് പറയുന്നത് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയുന്നത് ഫൈ എൻ കൺവർജസ് ടു എഫ് ആണെങ്കിൽ ജി ഓഫ് ഫൈ എൻ കൺവർജസ് ടു ജി ഓഫ് എഫ് ആണ്, ബിക്കോസ് ജി ഈസ് ബൗണ്ടഡ്. എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഈക്വൽ ടു ലിമിറ്റ് ജി ഓഫ് ഫൈ എൻ എന്നെഴുതാൻ പറ്റും. ഓക്കെ, ദെൻ വാട്ട് ഈസ് ജി ഓഫ് ഫൈ എൻ? ജി ഓഫ് ഫൈ എൻ, ലിമിറ്റ് ജി ഓഫ് ഫൈ എൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഫൈ എൻ ജി ഡി മ്യൂ. ഓക്കെ, then we applying monotone convergence theorem. This limit phi n g d mu എങ്ങനെ എഴുതാം? ഈക്വൽ ടു ഇൻ്റഗ്രൽ ലിമിറ്റ് ഫൈ എൻ g d mu. Then what is our assumption is phi n converges to f. That is limit phi n equal to f. Therefore, limit phi n equal to this is equal to f. That is integral f her g f g d. അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടതിൻ്റെ ഒരു പാർട്ട് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ജനറൽ ജി എന്ന് പറഞ്ഞ ജനറൽ കേസാണ് പറയണ്ടേ, അത് സിഗ്മ ഫൈനൈറ്റ് മെഷറിലാണ് പറയണ്ടേ. നമ്മൾ ഫൈനൈറ്റില്ല പറഞ്ഞിരിക്കുന്നത്. ഫൈനൈറ്റ് മെഷറിൽ ജി എന്ന് പറയുന്നത് പോസിറ്റീവ് ആകുമ്പോൾ ക്യാപിറ്റൽ ജി പോസിറ്റീവ് ലീനിയർ ഓപ്പറേറ്ററാണ്, ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ ജി എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ജി ഡി മി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ജനറൽ കേസായിട്ട് പറയാം. അതിന് ആദ്യം പറയുന്നത് നമ്മൾ സിഗ്മ ഫൈനൈറ്റ് പറയാൻ പോയാൽ നമുക്കറിയാം. സിഗ്മ ഫൈനൈറ്റ് മെഷർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ പ്രത്യേകം. എന്താ സിഗ്മ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സീക്വൻസ് ഒരു എഫ് എൻ ഉണ്ടാകും. എഫ് എൻ ഇ എൻ ഇവിടെ എഫ് എൻ എന്ന് എടുക്കുക. സച്ച് ദാറ്റ് എക്സ് ഈക്വൽ യൂണിയൻ എഫ് എൻ. ഇനി ഓരോ എഫ് എൻ എന്താണ്, ഓരോ എഫ് എന്നിലും മ്യൂ വാല്യൂ ഫൈനൈറ്റ് ആയിരിക്കും. അതാണ് സിഗ്മ ഫൈനൈറ്റിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ എഫ് എൻ ഈസ് ആൻ ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് സെറ്റ്സ് ഇൻ അവർ കളക്ഷൻ എക്സ് വിത്ത് ഫൈനൈറ്റ് മെഷർ എന്ന് അസ്യൂം ചെയ്തു. കാരണം സിഗ്മ ഫൈനലിൽ അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ എഫ് എന്നിലും നമ്മൾ ഇത് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ ഇയിൽ അപ്ലൈ ചെയ്ത പോലെ ഓരോ എഫ് എന്നിലും ഈ തിയറി തൊട്ട് മുമ്പ് കിട്ടിയ ജി എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ജി ഡി മി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം എഫ് എൻ എന്ന് പറയുന്നത് ഇൻക്രീസ് സീക്വൻസ് സെറ്റ് നെക്സ് ആണ്, വിത്ത് ഫൈനൈറ്റ് മെഷറാണ്. ദെൻ ദ പ്രിസീഡിങ് ആർഗ്യുമെൻറ്റ്സ് ഈറ്റ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ജി എൻ. ഇവിടെ ജി എൻ എന്നൊരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു ക്യാപിറ്റൽ എഫ് എന്ന് കറസ്പോണ്ടിങ് ആയിട്ട്. സച്ച് ദാറ്റ് ജി ഓഫ് എഫ് കൈ ക്യാപിറ്റൽ എഫ് എൻ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് കൈ എഫ് എൻ ജി എൻ ഡി മ്യൂ. തൊട്ട് മുമ്പത്തെ റിസൾട്ട് എഫ് എന്നിൽ ഹോൾഡ് ചെയ്യും. ക്യാപിറ്റൽ എഫ് എന്നിൽ അവിടെ എക്സിസ്റ്റ് ആകുന്ന ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ജി എൻ എക്സിസ്റ്റ് ആകുന്നു. ദെൻ ജി ഓഫ് എഫ് ദാറ്റ് ഈസ് നമ്മുടെ തൊട്ട് മുമ്പത്തെ അതേ റിസൾട്ട് അപ്ലൈ ചെയ്തു ഫോർ ആൾ എഫ് ഇൻ L1. പിന്നെ പ്രത്യേകത ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ കൈ എഫ് എൻ എന്ന് പറയുന്നത് കൈയുടെ വാല്യൂ എപ്പോഴും 1 or 0 ആയതുകൊണ്ട് ഇവിടെ കിട്ടുന്ന വാല്യൂ 1 or 0. 1 ആകുമ്പോൾ എഫ് കിട്ടും, അപ്പോൾ എഫ് ജി എൻ വരും എന്നതിൻ്റെ മീനിങ്. ഇത് എഫ് ആയിട്ട് മാറും. അപ്പോൾ ജി ഓഫ് എഫ് ഈക്വൽ ടു ആ രീതിയിൽ നമുക്ക് തന്നെ പറയാം, എഫ് ജി എൻ ഡി മി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ
പിന്നെ അപ്പോൾ അങ്ങനെ ഒരു ജി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ? നമുക്കറിയാം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ, ദെൻ ജി എം എക്സ് ഈക്വൽ ടു ജി എൻ എക്സ് ഫോർ ഓൾമോസ്റ്റ് ഓൾ എക്സ് ഇൻ വേർ എഫ് എം. കഴിഞ്ഞൊരു തിയറത്തിൽ അത് പറഞ്ഞതാണ്. കോമൺ റീജിയണിൽ ഇവിടെ ഇൻക്രീസിങ് സീക്വൻസ് ഇതാണ്. ഇൻക്രീസിങ് ആകുമ്പം എഫ് എം കണ്ടെയ്ൻഡ് ഇൻ എഫ് എൻ ആണ്. അപ്പോൾ കോമൺ റീജിയണിൽ ജി എമ്മും ജി എന്നും ഈക്വലാണ്. അപ്പോൾ ഈ രീതി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ജിക്ക് പകരം ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു സ്മോൾ ജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഈ ജി ഓഫ് എഫ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ജി ഡി മ്യൂ ആകുന്ന രീതിയിൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം ക്യാപിറ്റൽ ജി നമ്മൾ ഇതുവരെ പോസിറ്റീവായിട്ട് എടുത്തത്. നൗ വി അസ്യൂം ജി ഈസ് എനി ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ, ആർബിട്രറി ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ ഓൺ L1. നമുക്കറിയാം ബൈ ലെമ്മ 8.13 ദാറ്റ് സേസ് ദാറ്റ് G can be split as or difference of G plus and G minus by lemma 8.13, where G plus and G minus are bounded positive. G പ്ലസും G മൈനസും പോസിറ്റീവാണ്. അപ്പോൾ രണ്ട് പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ പോസിറ്റീവ് കേസിൽ പറഞ്ഞു ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സ്മോൾ ജി വരുന്ന പോലെ ക്യാപിറ്റൽ ജി പ്ലസിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്മോൾ ജി പ്ലസ്, ക്യാപിറ്റൽ ജി മൈനസിന് കറസ്പോണ്ടിങ് ആയിട്ട് ജി മൈനസ്, സ്മോൾ ജി മൈനസ്. ഇതിൻ്റെ ഡിഫറൻസിനെ നമ്മൾ ജി ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ കിട്ടിയാൽ എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ എഫ് ജി ഡി മ്യൂ എന്ന് പറയുന്നത് ജി എഫ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടേണ്ട റിസൾട്ടായി. ഇനി നമുക്ക് ആ നോമ് പറയണം. രണ്ടിൻ്റെ നോമ് ഈക്വൽ ആണെന്ന് പറയണം. നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ട നോമ് രണ്ട് ഈക്വൽ ആണെന്ന് പറയണം. നോം ഈക്വൽ ആണെന്ന് പറയുന്നതിന് നമുക്കറിയാം ഈ നോം ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് സുപ്രീം ഓഫ് മോഡ് ജി എഫ് where F element LP here L1, okay, and norm F with 1 is less than or equal to 1. L1ലാണ് ഡിഫൈൻ ചെയ്യുന്നത് എഫ്. ഇതാണ് നോം ജി ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത്. ഇനി മോഡ് ജി എഫ് എന്ന് പറയുന്നത്, ജി എഫ് എന്ന് പറയുന്ന ഡെഫിനിഷൻ മോഡ് ഇൻ്റഗ്രൽ എഫ് ജി ഡി മ്യൂ, എഫ് എലമെൻറ്റ് ബാക്കി എഫ് എലമെൻറ്റ് L1 ആൻഡ് നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇങ്ങനെ കിട്ടിയ സാധനത്തെ നമുക്ക് ഇതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പി നോം ജി ക്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ പി എന്ന് പറഞ്ഞാൽ 1 ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ദീസ് വാല്യൂസ് ഗിവൺ ആസ് 1 അവർ ഡെഫിനിഷൻ. ദെയർഫോർ നോം ജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ജി ഇൻഫിനിറ്റി. അപ്പോൾ ഒരു സൈഡ് ക്ലിയർ ചെയ്തു. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോം ജി ഇൻഫിനിറ്റിയുടെ വാല്യൂ കാണും. അത് പറഞ്ഞാൽ ഇൻഫിമം then supremum mod gx where x not an element n such that n element our collection and me of n equal to 0. ഇതാണ് നോം ജിയുടെ ഡെഫിനിഷൻ വിത്ത് റെസ്പെക്ട് ടു ഇൻഫിനിറ്റി, എൽ ഇൻഫിനിറ്റി. ഈ വാല്യൂവിനെ നമുക്ക് ഇപ്പോൾ കിട്ടിയതിനെ
സുപ്രീം ഓഫ് മോഡ് ഇൻ്റഗ്രൽ എഫ് ജി ഡി മ്യൂ എന്ന രീതിയിൽ വേണേൽ റെപ്രസെൻ്റ് ചെയ്യാം ഈ വാല്യൂവിനെ. അതിൽ നോം എഫ് 1 ആണ്. നോം എഫ് 1 ആണ്. അപ്പോൾ ഇതിനെ വീണ്ടും എഴുതാൻ പറ്റും സുപ്രീം ഓഫ് മോഡ് ജി എഫ് എന്ന് എഴുതാൻ പറ്റും. ദിസ് വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ നോം ജി ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ദിസ് വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ്, ദിസ് വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ്. ഇവിടെ നമ്മൾ സുപ്രീം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ അവിടെ ഏത് വരും? നോം എഫ് ജി ഈക്വൽ ടു നോം ജി ക്യാപിറ്റൽ നോം സ്മോൾ ജി എന്ന് എഴുതാം. ഹെൻസ് ദി റിസൾട്ട്. ഓക്കെ.